അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയും മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ഇസ്രായേലിനും നിർമ്മല ഹൃദയർക്കും ദൈവം നല്ലവനാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇസ്രായേലിനും നിർമ്മല ഹൃദയർക്കും ദൈവം നല്ലവനാകുന്നു. ഞങ്ങളുടെ കർത്താവേ, അങ്ങയുടെ ആത്മാവ് ദീർഘശാന്തതയുള്ളതാകുന്നു. അങ്ങയുടെ ശിക്ഷയാകട്ടെ കർശനവും. ഇസ്രായേലിനും നിർമ്മല ഹൃദയർക്കും ദൈവം നല്ലവനാകുന്നു. എന്റെ കാലുകൾ ഇടറാൻ ഭാവിച്ചു, പാദങ്ങൾ വഴുതി തുടങ്ങി. അധർമ്മികളുടെ ഐശ്വര്യം കണ്ടപ്പോൾ എനിക്ക് അവരോട് അസൂയ തോന്നി. അവർ വരുത്തുന്ന ഞെരുക്കത്തിന് അറുതിയില്ല. അവരുടെ ഭോഷത്വം വലുതാകുന്നു. മാനുഷിക ക്ലേശങ്ങൾ അവർക്ക് ലേശമില്ല. മറ്റു മനുഷ്യരെ പോലെ അവർ ശിക്ഷിക്കപ്പെടുന്നില്ല. തന്നിമിത്തം നിന്ന് അവരെ പിടികൂടി, അക്രമം അവരെ ആവരണം ചെയ്തു. അവരുടെ ദുഷ്ടത ദുർമേധസ് പോലെ പ്രകടമായി, ഹൃദയവിചാരം പോലെ അവർ പ്രവർത്തിച്ചു. അവർ തിന്മ വിചാരിക്കുകയും സംസാരിക്കുകയും ചെയ്തു. അത്യുന്നതനെതിരായി അവർ ദൂഷണം പറഞ്ഞു. അവരുടെ അധരങ്ങൾ ആകാശത്തിനെതിരെ തിരിയുന്നു. അവരുടെ നാവ് ഭൂമിയിൽ ദൂഷണം പരത്തുന്നു. എന്റെ ജനമോ അവരിലേക്ക് തിരിയുന്നു. അവരിൽ സംതൃപ്തി കണ്ടെത്തുന്നു. അവർ പറയുന്നു, ദൈവം എങ്ങനെ അറിയാനാണ്? അത്യുന്നതൻ എന്തറിയുന്നു? ഈ ദുഷ്ടന്മാർ ലോകത്തിൽ സമൃദ്ധിയുള്ളവരും ശക്തരും പ്രബലരുമാകുന്നു. ഞാൻ മാത്രം ഹൃദയം നിർമ്മലമാക്കുകയും കൈകൾ കഴുകി വെടിപ്പാക്കുകയും ചെയ്തു. ദിവസം മുഴുവൻ ഞാൻ ദണ്ഡനമേൽക്കുന്നു, പുലരുവോളം കുറ്റാരോപണവും. അവരെ പോലെ പ്രവർത്തിക്കുമെന്ന് ഞാൻ പറഞ്ഞാൽ എന്റെ കണ്ണുകളിൽ അത് തിന്മയാണല്ലോ. ഒടുവിൽ ഞാൻ ദൈവത്തിന്റെ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ചപ്പോൾ
അവരുടെ അവസാനം ഞാൻ മനസ്സിലാക്കി. അവരുടെ കാപട്യത്തിനൊത്തവണ്ണം അങ്ങ് അവർക്ക് പ്രതിഫലമേകി. അവർ അഹങ്കരിച്ച് തലയുയർത്തുമ്പോൾ അങ്ങ് അവരെ തള്ളി താഴെയിടും. എങ്ങനെ ഇത്ര പെട്ടെന്ന് അവർ വിസ്മയ വിഷയമായി, കലഹം നിമിത്തം അവർ നിശേഷം നശിച്ചു. സ്വപ്നം കണ്ടുണരുന്നവൻ കിനാവ് തള്ളിക്കളയുന്ന പോലെ കർത്താവ് അവരുടെ പ്രതിച്ഛായ വിസ്മൃതമാക്കി. എന്റെ ഹൃദയം കലങ്ങി മറിയുകയും അന്തരംഗം വിഭ്രാന്തമാകുകയും ചെയ്തു. അപ്പോൾ ഞാൻ മൂഢനും അജ്ഞനുമായി തിരുമുൻപിൽ മൃഗത്തെ പോലെയായി. അങ്ങയുടെ പ്രബോധനത്താൽ അങ്ങ് എന്നെ ആശ്വസിപ്പിച്ചു, മഹത്വത്തിന്റെ മാർഗത്തിലൂടെ നടത്തി. അങ്ങല്ലാതെ സ്വർഗത്തിൽ എനിക്കാരുണ്ട്? ഭൂമിയിൽ മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങ് എന്റെ വലത്തുകരം ഗ്രഹിച്ചു. എന്റെ ഹൃദയവും ശരീരവും മനഃശക്തിയും ഇല്ലാതായാലും എന്റെ ഓഹരി എന്നെന്നും ദൈവത്തിലാകുന്നു. അങ്ങിൽ നിന്ന് അകന്നിരിക്കുന്നവർ നശിച്ചു പോകും. വഴിതെറ്റിപ്പോയവരെ അങ്ങ് എന്നേക്കും നശിപ്പിക്കും. ദൈവത്തോട് ചേർന്നിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവിടുത്തെ നാമം എനിക്ക് നന്മയായി. എന്റെ ആശ്രയമായ കർത്താവേ, അങ്ങയുടെ അത്ഭുത കൃത്യങ്ങൾ ഞാൻ പ്രഘോഷിക്കും. ദൈവമേ, ഞങ്ങളെ മറന്നതെന്ത്? അങ്ങയുടെ മേച്ചിൽ പുറത്തെ അജഗണങ്ങളോട് അങ്ങയുടെ കോപം ജ്വലിച്ചതെന്തിന്? അങ്ങ് പണ്ടേ സ്വന്തമാക്കിയ ജനസമൂഹത്തെയും വീണ്ടെടുത്ത് അങ്ങയുടെ അവകാശമാക്കിയ ഗോത്രത്തെയും ഓർക്കണമേ. അങ്ങ് നിവസിച്ചിരുന്ന ഈ സഹിയോൻ മലയെ അങ്ങ് അനുസ്മരിക്കണമേ. ശക്തിയിൽ അഹങ്കരിക്കുന്നവർക്കെതിരായി അങ്ങയുടെ ദാസരെ ഉയർത്തണമേ. ദുഷ്ടത പ്രവർത്തിക്കുന്നവരെല്ലാം അങ്ങയുടെ വിശുദ്ധ സ്ഥലത്തിന്റെ ശത്രുക്കളാകുന്നു. അങ്ങയുടെ തിരുനാളിൽ വൈരികൾ അഹങ്കരിച്ചു. അവർ സ്വന്തം അടയാളങ്ങൾ അവിടെ സ്ഥാപിച്ചു. ഉന്നതത്തിലിരുന്ന് അങ്ങ് അവയെല്ലാം അറിഞ്ഞു. വനത്തിലെ മരത്തെ എന്ന പോലെ വാതിലുകൾ കോടാലി കൊണ്ട് അവർ കീറിമുറിച്ചു. മഴവും കൂടവും കൊണ്ട് അവ തകർത്തു കളഞ്ഞു. അങ്ങയുടെ വിശുദ്ധ സ്ഥലം അവർ അഗ്നിക്കിരയാക്കി. ഭൂമിയിൽ അങ്ങയുടെ നാമത്തിലുള്ള കൂടാരം അശുദ്ധമാക്കി. അവർ ഹൃദയത്തിൽ പറഞ്ഞു, നമുക്കവ നശിപ്പിക്കാം, ദൈവത്തിന്റെ തിരുനാളുകളെല്ലാം നീക്കിക്കളയാം. അടയാളങ്ങളൊന്നും അവർ കണ്ടില്ല. ഒരു പ്രവാചകനും ബാക്കിയില്ല. ഒരു ജ്ഞാനി പോലും ഞങ്ങളുടെ ഇടയിൽ ശേഷിച്ചിട്ടില്ല. ദൈവമേ, ശത്രു എത്ര നാൾ അങ്ങയെ അവഹേളിക്കും? അങ്ങയുടെ നാമത്തെ എന്നേക്കും അവൻ പ്രകോപിപ്പിക്കുമോ? അങ്ങയുടെ കരം പിൻവലിച്ചത് എന്തുകൊണ്ട്? വലത്തുകരം തിരുനാളിൽ നിന്ന് മാറ്റിയത് എന്തുകൊണ്ട്? ഞങ്ങളുടെ ദൈവം രാജാവാകുന്നു. യാക്കോബിന്റെ രക്ഷയെ കുറിച്ച് പണ്ടേ തന്നെ അങ്ങ് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. അങ്ങയുടെ ശക്തിയാൽ കടലിനെ വിഭജിച്ചു. തിമിംഗലങ്ങളുടെ തല പിളർന്നു. അങ്ങ് ലെവിയാഥന്റെ തല തകർത്തു. പ്രബലരായ ജനങ്ങൾക്ക് അത് ഭക്ഷണമായി നൽകി. താഴ്വരകൾ കുഴിച്ച് അങ്ങ് ഉറവകൾ ഉണ്ടാക്കി. മഹാനദികളെ വറ്റിച്ചു കളഞ്ഞു. പകലും രാത്രിയും അങ്ങയുടേതാകുന്നു. പ്രകാശവും സൂര്യനും അങ്ങാണ് ക്രമപ്പെടുത്തിയത്. അങ്ങ് ഭൂമിയുടെ അതിർത്തികളെല്ലാം ഉറപ്പിച്ചിരിക്കുന്നു. വേനലും വർഷവും അങ്ങയുടെ സൃഷ്ടികൾ തന്നെ. കർത്താവേ, ശത്രുവിന്റെ നിന്ദനം ഓർക്കണമേ. മൂഢജനം അങ്ങയെ കോപിപ്പിക്കുന്നു. അങ്ങയെ ഏറ്റുപറയുന്നവരെ നാശത്തിനേൽപ്പിക്കരുതേ. ദരിദ്രരെ ഒരിക്കലും മറക്കരുതേ. കർത്താവേ, അങ്ങയുടെ ഉടമ്പടി പരിഗണിക്കണമേ. ഭൂമിയിലെ വസതികൾ ഇരുളും തിന്മയും നിറഞ്ഞിരിക്കുന്നു. ലജ്ജിതരാകാൻ അഗതികൾക്ക് ഇടവരുത്തരുതേ. ദരിദ്രരും നിരാലംബരും അങ്ങയുടെ നാമം പുകഴ്ത്തട്ടെ. ദൈവമേ, എഴുന്നേറ്റ് ന്യായവിധി നടത്തണമേ. മൂഢന്മാർ അനുദിനം അങ്ങയെ നിന്ദിക്കുന്നുവെന്ന് ഓർക്കണമേ. ശത്രുക്കളുടെ അട്ടഹാസവും
അങ്ങേക്കെതിരായി എപ്പോഴും ഉയരുന്ന വൈരികളുടെ കലഹവും അങ്ങ് മറക്കരുതേ. സകലത്തിന്റെയും നാഥ, സമസ്തവും അങ്ങേക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അങ്ങയുടെ ആരാധകരെ കൈവിടരുതേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങേ പ്രസാദിപ്പിക്കട്ടെ. അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ഞങ്ങളുടെ യാചനകൾക്ക് എല്ലായ്പ്പോഴും ഉത്തരമരുളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. അവസാന ശത്രുവായ മരണവും നശിപ്പിക്കപ്പെടും. പാപം മൂലം നരവംശം മൃതിയാം ശിക്ഷയ്ക്കിരയായി ആശ നശിച്ചു കഴിഞ്ഞപ്പോൾ സ്നേഹസ്വരൂപൻ മിശിഹായോ സ്വന്ത മനസ്സാൽ അൻപോടെ ക്രൂശിൽ മൃതനായി കാൽവരിയിൽ മരണത്തെ വിജയം ഗ്രസിച്ചിരിക്കുന്നു. കരുണക്കടലാം ദേവസുതൻ ശത്രുജനത്താൽ പീഡകളും താടനവും കയ്യേൽക്കുകയായി താൽക്കാലികമാം മരണത്തെ കൈക്കൊണ്ടവനാം തിരുനാഥൻ അതിനുടെ ശക്തി നശിപ്പിച്ചു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവേ, നിൻ സ്ലീവാതൻ കിരണം ലോകം മുഴുവനിലും ദൈവികമാകും പ്രഭവീശേ. സ്ലീവായാൽ നിൻ ജനമഖിലം മുദ്രിതരായി തീരുന്നു, വൈദികരതിനെ വഹിക്കുന്നു. കരുണാനിധിയാം കർത്താവേ, നിൻ ജനതതിയിൽ കനിയണമേ. കാക്കണമേ നിന്നവകാശം, ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ കാണുന്നവനെ സദയം നിൻ കൃപ നീവരിൽ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതിമോഹരമാം സ്തുതിഗീതങ്ങൾ പാടിയിടാൻ പരിപാലനമാം കോട്ടകളാൽ ദാസരി നിതരാം കാക്കണമേ. കരുണാമയനാം കർത്താവേ, ഭരണാധിപരും വൈദികരും ശാന്തിയിലൊന്നായി പുലരട്ടെ, സ്നേഹത്തിൽ നിലനിൽക്കട്ടെ. ആയോധനവും ശത്രുതയും ഭൂവിൽ നിന്നൊഴിവാകട്ടെ, ഒരുമയോടങ്ങൈ വാഴ്ത്തിടാൻ. കർത്താവേ ശോമിശിഹായേ, നിന്നെ വഹിച്ചൊരു മാതാവിൻ പ്രാർത്ഥനയാലെ കനിവോടെ തിന്മകളാലെ കലുഷിതമാ ഭൂവിൽ ശാന്തി വിതയ്ക്കണമേ. ഞങ്ങളെ നിർമ്മലരാക്കണമേ. ഭാരതഭൂവിൽ സ്ലീഹായാം മാർത്തോമായി ഞങ്ങൾക്കായി നാഥനോടർത്ഥന ചെയ്യണമേ. നിന്നോടൊപ്പം സുതരെല്ലാം ദത്തവകാശം സ്വർഗത്തിൽ നേടാനർഹത കൈവരുവാൻ. ഈശോനാഥ നിൻ പ്രിയരാം ദിവ്യന്മാരും സാക്ഷികളും സ്നേഹന്മാരും പ്രേക്ഷിതരും മൽപ്പാന്മാരും നീതിയഴും ധന്യരുമെന്നും ഞങ്ങൾക്കായി യാചിക്കട്ടെ കരുണയ്ക്കായി. സത്കർമ്മികളാം സകലർക്കും പ്രതിഫലമേകും സുദിനത്തിൽ നിൻ പ്രിയരൊപ്പം ചേർന്നിടാൻ അവരോടൊപ്പം സമ്മാനം കൈക്കൊണ്ടിടാൻ സ്തുതി പാടാൻ യോഗ്യത ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങയെ സ്തുതിക്കുകയും മനുഷ്യരങ്ങയെ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങയെ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു,
എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് എൻ്റെ യാചനയുടെ സ്വരം ശ്രവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു, എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് എന്റെ യാചനയുടെ സ്വരം ശ്രവിക്കുന്നു. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടുന്ന് എൻ്റെ പക്കലേക്ക് ചെവി ചായിച്ചു. എന്തുകൊണ്ടെന്നാൽ മരണവേദന എന്നെ വലയം ചെയ്തു, ശിയോലിലെ പീഡകൾ വന്നു ചേർന്നു, ഞെരുക്കവും ദുഃഖവും എന്നെ ഗ്രസിച്ചു. അപ്പോൾ ഞാൻ കർത്താവിന്റെ നാമം വിളിച്ചു, കർത്താവേ, എൻ്റെ ആത്മാവിനെ രക്ഷിക്കണമേ. കർത്താവേ, അങ്ങ് ദയാനിധിയും നീതിമാനുമാണ്. ദൈവമേ, അങ്ങ് കാരുണ്യവാനാണ്. നിഷ്കപടരെ കർത്താവ് പാലിക്കുന്നു. അവിടുന്ന് എന്നെ എളിമപ്പെടുത്തി എന്നെ സംരക്ഷിക്കുകയും ചെയ്തു. എന്റെ ആത്മാവേ, നീ വിശ്രമത്തിലേക്ക് തിരിയുക. കർത്താവ് നിനക്ക് പ്രതിഫലം തന്നു. എന്റെ ആത്മാവിനെ മരണത്തിൽ നിന്നും പാദങ്ങളെ വീഴ്ചയിൽ നിന്നും അവിടുന്ന് രക്ഷിച്ചു. കർത്താവേ, ജീവിക്കുന്നവരുടെ നാട്ടിൽ ഞാൻ അങ്ങേ പ്രീതിപ്പെടുത്തും. താഴ്ത്തപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞെങ്കിലും അങ്ങയിൽ ഞാൻ വിശ്വാസമർപ്പിച്ചിരുന്നു. മനുഷ്യരെല്ലാം അസത്യവാദികളാണെന്ന് പരിഭ്രമത്തിനിടയിൽ ഞാൻ പറഞ്ഞുപോയി. കർത്താവിന്റെ അനുഗ്രഹങ്ങൾക്ക് പകരമായി ഞാൻ അവിടത്തേക്ക് എന്തു കൊടുക്കും? രക്ഷയുടെ കാസായി എടുത്തുകൊണ്ട് കർത്താവിന്റെ നാമം ഞാൻ പ്രഘോഷിക്കും. ജനസമൂഹത്തിന്റെ മുൻപാകെ കർത്താവിനുള്ള നേർച്ചകൾ ഞാൻ നിറവേറ്റും. നീതിനിഷ്ഠരുടെ മരണം കർത്താവിന്റെ കൺമുൻപിൽ വിലയേറിയതാകുന്നു. കർത്താവേ, ഞാൻ അങ്ങയുടെ ദാസനാകുന്നു, അങ്ങയുടെ ദാസനും ദാസിയുടെ പുത്രനുമാകുന്നു. അവിടുന്ന് എന്റെ ബന്ധനങ്ങൾ തകർത്തു, അവിടുത്തേക്ക് ഞാൻ സ്തോത്രബലി അർപ്പിക്കും. കർത്താവിന്റെ നാമം ഞാൻ വിളിച്ചപേക്ഷിക്കും. ജനസമൂഹത്തിന്റെ മുൻപാകെ എന്റെ നേർച്ചകൾ ഞാൻ നിറവേറ്റും. ഓർസ്ലേമേ, നിന്റെ ഉള്ളിൽ കർത്താവിന്റെ ഭവനാങ്കണത്തിൽ ഞാനവ പൂർത്തിയാക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ലിടയൻ നീ കർത്താവേ, ഞങ്ങൾക്കായി സ്വയം അർപ്പിച്ചു. നിഞ്ജനമാമജ വൃന്ദത്തിൽ കൃപ വർഷിക്കാൻ കനിയണമേ. ഞങ്ങൾക്കായി ബലിയായവരെ, ദൈവത്തിൻ സുതനീശോയെ, കാരുണ്യത്തിൻ തികവിൽ നീ നിന്തിരുസഭയെ കാക്കണമേ. മാനവരാകും ഞങ്ങൾ തൻ രക്ഷയ്ക്കായി ബലിയായവനെ, സ്ലീവായാൽ പരിരക്ഷിതമാ സഭയിൽ നിന്ദയ ചൊരിയണമേ. താതനും അതുപോലാത്മജനും റൂഹായ്ക്കും സ്തുതി എന്നേക്കും, ആദി മുതൽക്കെന്നതുപോലെ. ആമേൻ, ആമേൻ, അനവരതം. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വായന 5-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ. അപ്പസ്തോലന്മാരുടെ കരങ്ങൾ വഴി ജനമധ്യത്തിൽ വളരെ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നു. അവർ ഏകമനസ്സോടെ സോളമന്റെ മണ്ഡപത്തിൽ ഒന്നിച്ചു കൂടുക പതിവായിരുന്നു. മറ്റുള്ളവരിൽ ആരും തന്നെ അവരോട് ചേരാൻ ധൈര്യപ്പെട്ടില്ല. എന്നാൽ ജനം അവരെ ബഹുമാനിച്ചു പോന്നു. കർത്താവിൽ വിശ്വസിച്ച പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും സംഖ്യ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അവർ രോഗികളെ തെരുവീഥികളിൽ കൊണ്ടുവന്ന് കിടക്കകളിലും കട്ടിലുകളിലും കിടത്തിയിരുന്നു. പത്രോസ് കടന്നു പോകുമ്പോൾ അവൻ്റെ നിഴലെങ്കിലും അവരിൽ ഏതാനും പേരുടെ മേൽ പതിക്കുന്നതിനു വേണ്ടിയായിരുന്നു അത്. അശുദ്ധാത്മാക്കൾ ബാധിച്ചിരുന്നവരെയും രോഗികളെയും വഹിച്ചുകൊണ്ട് ജനം ജെറുസലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്ന് വന്നിരുന്നു. എല്ലാവർക്കും രോഗശാന്തി ലഭിച്ചു. എന്നാൽ പ്രധാന പുരോഹിതനും അവനോട് ചേർന്ന് നിന്നിരുന്ന സദുക്കായ വിഭാഗവും അസൂയ നിറഞ്ഞ് അപ്പസ്തോലന്മാരെ പിടിച്ച് ബന്ധിച്ച് പൊതു കാരാഗൃഹത്തിൽ അടച്ചു. രാത്രി കർത്താവിൻ്റെ ദൂതൻ കാരാഗൃഹവാതിലുകൾ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് എല്ലാ ജനങ്ങളോടും നവജീവന്റെ ഈ വചനം പ്രസംഗിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും ദുഃഖത്തോടും കണ്ണീരോടും തീക്ഷ്ണതയോടും കൂടെ നിന്ന്
കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവപുത്രനും ഞങ്ങളുടെ പ്രത്യാശയുമായ മിശിഹായെ, പിതാവിൽ നിന്നുള്ള വചനവും ഞങ്ങളുടെ രക്ഷയ്ക്കായി മനുഷ്യ സ്വഭാവം സ്വീകരിച്ചവനുമായ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവപുത്രനും ഞങ്ങളുടെ പ്രത്യാശയുമായ മിശിഹായെ, പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്നുള്ള നിന്റെ ജനനം വഴി മനുഷ്യവംശത്തിന് പ്രത്യാശ നൽകിയ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവപുത്രനും ഞങ്ങളുടെ പ്രത്യാശയുമായ മിശിഹായെ, മഹത്വപൂർണമായ ധനഹായാൽ ഞങ്ങളുടെ സ്വഭാവത്തെ നവീകരിച്ചവനായ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവപുത്രനും ഞങ്ങളുടെ പ്രത്യാശയുമായ മിശിഹായെ, വിശുദ്ധമായ ഉപവാസത്താൽ ദുഷ്ടാരൂപിയുടെ അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചവനായ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവപുത്രനും ഞങ്ങളുടെ പ്രത്യാശയുമായ മിശിഹായെ, വിശുദ്ധമായ കൽപ്പനകളാൽ ഞങ്ങളെ തെറ്റിൽ നിന്നും പിന്തിരിപ്പിച്ച് സത്യജ്ഞാനത്തിലേക്ക് കൊണ്ടുവന്ന നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവപുത്രനും ഞങ്ങളുടെ പ്രത്യാശയുമായ മിശിഹായെ, സ്വന്തം ശരീരവും രക്തവും കടങ്ങളുടെ പൂർത്തിക്കായി ഞങ്ങൾക്ക് നൽകിയ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവപുത്രനും ഞങ്ങളുടെ പ്രത്യാശയുമായ മിശിഹായെ, സ്വയം ഏൽപ്പിച്ചു കൊടുക്കുകയും എല്ലാവരുടെയും രക്ഷയ്ക്കായി കുരിശിൽ പീഡകൾ സഹിച്ച് മരിക്കുകയും ചെയ്ത നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവപുത്രനും ഞങ്ങളുടെ പ്രത്യാശയുമായ മിശിഹായെ, മഹത്വപൂർണമായ നിന്റെ ഉത്ഥാനത്താൽ ഞങ്ങളെ ഉയർത്തിയ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവപുത്രനും ഞങ്ങളുടെ പ്രത്യാശയുമായ മിശിഹായെ, വെറും പൂഴിയായ ഞങ്ങളെ നിന്റെ സ്വർഗാരോഹണത്താൽ ഉയർത്തി സ്വർഗപിതാവിന്റെ വലത്തുഭാഗത്ത് മഹത്വത്തിലിരുത്തിയ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവപുത്രനും ഞങ്ങളുടെ പ്രത്യാശയുമായ മിശിഹായെ, പരിശുദ്ധ റൂഹായെ അയച്ച ശ്ലീഹന്മാരെ വിജ്ഞന്മാരാക്കുകയും അവർ വഴി ജനത്തെയും ജനതകളെയും നിന്നിലേക്ക് തിരിക്കുകയും ചെയ്ത നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെ തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമാലയോ പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവ് തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പോലീത്തായെയും ഞങ്ങളുടെ പിതാവ് രൂപതാധ്യക്ഷനായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവപുത്രനും ഞങ്ങളുടെ പ്രത്യാശയുമായ മിശിഹായെ, വിശുദ്ധ സ്ലീവായാൽ നിന്റെ സഭയെ സമാധാനിപ്പിക്കുകയും നിന്റെ കരുണയാൽ ഞങ്ങളുടെ സമൂഹത്തെ സംരക്ഷിക്കുകയും നിന്റെ മഹത്വപൂർണമായ രണ്ടാം ആഗമനത്തിൽ വിശ്വാസത്തോടെ നിന്റെ സന്നിധിയിൽ നിൽക്കുന്നതിന് ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിചാരത്താലോ വാക്കാലോ പ്രവർത്തിയാലോ ഉപേക്ഷയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും